Hello friends, എല്ലാവർക്കും ഏജ് ടെക്കാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഫ്രണ്ട്സ്, ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊരു നോർമൽ പേനയുടെ റീഫില്ലറിനെ നിമ്പൂരിയതിന് ശേഷം അതിനുള്ളിലെ മഷി നമ്മൾ ഇതേപോലെ ഒരു ഇലയുടെ ബാക്ക് സൈഡിൽ ആ ഒരു ഞെട്ടിൻ്റെ പോർഷനിൽ നിന്ന് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ വെള്ളത്തിൽ വെക്കുമ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇതാ എന്ത് രസമായിട്ടാണ് അതിങ്ങനെ മൂവ് ചെയ്യുന്നത്. നല്ല സ്പീഡിലാണ് ആ ഇല ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ആ ഇലയിൽ ചെയ്തതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ സ്ട്രിപ്പിലും ചെയ്ത് നോക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ അത് പ്ലേസ് ചെയ്തപ്പോൾ നേരത്തെ ആ ഇല പോയത് എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ അത് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു പേപ്പർ ബോർഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ഷാമ്പു അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് വെള്ളത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഷാമ്പു അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പേപ്പർ ബോർഡ് നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ മുന്നോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ എന്ത് സ്പീഡിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പേപ്പർ ബോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതേപോലെ ഷാമ്പു അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് മറ്റൊരു പേപ്പർ ബോട്ട് നമ്മൾ എടുക്കുന്നു. അതിൻ്റെ ബാക്കിൽ നമ്മൾ ഷാമ്പു അപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ഇതേപോലെ തന്നെ വെള്ളത്തിൽ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഷാമ്പു അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പർ ബോട്ട് എന്ത് വേഗത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു ഷാമ്പു അപ്ലൈ ചെയ്യാത്ത ആ ഒരു പേപ്പർ ബോട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഷാമ്പു അപ്ലൈ ചെയ്ത ആ ഒരു പേപ്പർ ബോട്ട് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് നീങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടില്ലേ, നമ്മൾ ഇങ്ക് അപ്ലൈ ചെയ്ത ഇല വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഈ ഇല നീങ്ങി പോകുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സർഫസ് ടെൻഷനാണ്. അതായത് ഈ ഇങ്ക് അപ്ലൈ ചെയ്ത ഇല വെള്ളത്തിൽ വയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷന് വ്യത്യാസം വരും. അതുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് കാരണമാണ് ഈ ഇല മുമ്പോട്ട് പോകുന്നത്. ഇതേ പ്രതിഭാസമാണ് നമ്മൾ ഷാമ്പു കൊണ്ട് അപ്ലൈ ചെയ്ത പേപ്പർ ബോട്ടിൽ സംഭവിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നല്ലൊരു കിഡ്ലം വീഴുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്മൽ, സൈനിങ് ഔട്ട്.